വെള്ളം നല്ലതാണ്. നേരത്തെക്കാളത്ത് നല്ല വെള്ളമാണ്. ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അല്ലേ? നല്ല രസമാണ് കുടിക്കാനായിട്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് മാളവനയാണ് കേട്ടോ. മാളവനയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. വന്നിരിക്കുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്ന പോലുള്ള 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള അക്വാജെഡിന്റെ ഒരു വാട്ടർ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വേറെ ആരുമല്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ്. വേറെ ആരുമല്ല, നമ്മുടെ റിട്ടയർഡ് അധ്യാപകരായ ആനി ടീച്ചറിന്റെയും അതേപോലെ തന്നെ ജോസഫ് സാറിന്റെയും വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷമൊക്കെ ഞാൻ അകത്ത് നിന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ, കഴിഞ്ഞ സൈറ്റിൽ ആ വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലുള്ള പ്രശ്നം തന്നെയാണ് ഇവിടെ. അതായത് വെള്ളം pH ചെക്ക് ചെയ്തപ്പോൾ അസിഡിക് ആണ്, അതേമാതിരി അത്യാവശ്യത്തിന് അയണും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ സോൾവ് ആക്കാനുള്ള ഉപായം നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു അയൺ റിമൂവർ, ഒരു CT ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പ്രീ ഫിൽറ്റർ ആയിട്ട് ഒരു സെഡിമെന്റ് ഫിൽറ്ററും, കൂടാതെ നമ്മൾ pH കൂട്ടാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ ഫിൽറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അകത്ത് നിന്നിട്ട് കാണിച്ചു തരാം. വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ബാക്കി വർക്കിന്റെ വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് കാണിച്ചു തരാം. അപ്പം നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. ബൈ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ രണ്ട് പ്രീ ഫിൽറ്റർ കൊടുക്കണമെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഒരു 5 മൈക്രോന്റെ സെഡിമെന്റ് ഫിൽറ്ററും അതേപോലെ തന്നെ ഒരു CTO, അയൺ റിമൂവർ ആയിട്ട് നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത് CTO ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ടുപേരും രണ്ട് ഫിൽറ്റർ, അതിനുശേഷം ഇതിന്റെ ഔട്ട് നമ്മുടെ യൂണിറ്റിലേക്ക് കയറും. അങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ ലൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കണം. പിന്നെ പവർ പോയിന്റ് നമുക്ക് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പെർമനന്റ് ആയിട്ടുള്ള കണക്ഷൻ പിന്നീട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് റോ വാട്ടറിന്റെ pH ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കാണിച്ചു തരാം. നമ്മളുടെ സൊല്യൂഷൻ ഇട്ടിട്ടാണ് നോക്കണത്. അത് കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു കളർ കോഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാൻ. ഇതൊന്നും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് pHന്റെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. 1 to 14, 1 to 7, 7 to 14. ഈ 1 to 7 എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ ഓറഞ്ച് കളർ ഉണ്ടല്ലോ, അത് അസിഡിക് ആയിരിക്കുള്ളൂ. താഴത്തോട്ട് പോകുമ്പോൾ ന്യൂട്രൽ ആയിട്ട് വരുന്നത് ഗ്രീൻ ആണ്. പിന്നെ മേലോട്ട് പോകുന്നതോറും ആൽക്കലൈൻ, അപ്പൊ ഒരു നീല കളറിലേക്ക് വരും. അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളത്തിന്റെ എന്താണെന്ന് നോക്കാം. കണ്ടാ, നമ്മുടെ വെള്ളത്തിന്റെ കളർ കണ്ടാ, ഒരു ഓറഞ്ച് കളറാണ്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ കോഡിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അസിഡിക് ആണ്. അതായത് 4ന് താഴെയാണ് pH. ഇതൊന്നും കൊടുത്തിട്ടുണ്ടല്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതായത് ഈ കാറ്ററേജ് ഇട്ടതിന് ശേഷം നമ്മളുടെ pH കൂടിയോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നേരത്തെ ഓറഞ്ച് ആയിരുന്നു, ഇതായി ഗ്രീനിന് മേലോട്ട് വന്നു. ഇനി അത് ബ്ലൂയിലേക്ക് മാറും. ജസ്റ്റ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ലൈറ്റ് ബ്ലൂയിലേക്ക് മാറും. അത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അതായത് ന്യൂട്രലിലേക്കായി നമുക്ക് വേണ്ടിയ pH-ലേക്ക് വന്നു. നേരത്തെ നമുക്ക് pH കുറവായിരുന്നു, ഇപ്പൊ നമ്മൾ വേണ്ടിയ pH-ലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ യൂണിറ്റ്. അപ്പൊ പ്രൊഡക്റ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ മനസ്സിലാവും അതിന്റെ. ഇപ്പൊ അത് നേരത്തേക്കാളും ഗ്രീനിൽ നിന്ന് നീലയിലേക്ക് വന്നിട്ടുണ്ട്.
കൂട്ടുകാര് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടാ. നമ്മുടെ ആറോ പ്ലാൻ ഇവിടെ ഫിക്സ് ചെയ്തു. 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ പ്ലാൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മാതിരിയുള്ള സെയിം യൂണിറ്റ് തന്നെയാണ്. അതൊരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇതൊരു ബ്ലൂ ആണ്. ഇവിടെ നമ്മൾ സെയിം നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പ്രീ ഫിൽട്ടറേഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെഡിമെന്റ് ഫിൽറ്ററും അതുപോലെ തന്നെ CPUം കൊടുക്കുന്നുണ്ട്. പിന്നെ അകത്ത് നമ്മൾ pH കൂട്ടാനായിട്ട് ആൽക്കലൈൻ ഫിൽറ്റർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ബോക്സ് അപ്പും കഴിഞ്ഞു. നമ്മൾ ചാർജ് ചെയ്തപ്പോൾ വർക്കിംഗ് ആണ് യൂണിറ്റ്. പ്രൊഡക്ഷൻ വന്നു തുടങ്ങി. നമ്മൾ ഇതിന്റെ ക്വാളിറ്റി എല്ലാം എടുത്ത് നോക്കിയായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മുടെ ബഹുമാനപ്പെട്ട സാർ ഇവിടെ ഉണ്ട്. സാറിനെ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം. ജോസ് സാറിന് സാറേ അവിടെ വർക്ക് കഴിഞ്ഞല്ലോ. അപ്പൊ ഒന്ന് വെള്ളം ഒന്ന് എടുത്ത് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ ക്വാളിറ്റി, അതുപോലെ എന്താണ് വർക്കിനെ കുറിച്ച് അഭിപ്രായം, 2 വാക്ക് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കും. പ്രഷർ ഒന്ന് പറഞ്ഞോളൂ. വെള്ളം നല്ലതാണ്. നേരത്തെക്കാളും നല്ല വെള്ളം. ടെസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അല്ലേ? നല്ല രസമാണ് കുടിക്കാനായിട്ട്. ഓക്കെ. വേറെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ? ഇല്ല. ഹാപ്പി അല്ലേ? എന്താണ് പറയാനുള്ളത് നമ്മുടെ വർക്കിനെ കുറിച്ച്? അല്ല, വർക്ക് നല്ല വർക്കാണ്. സമയം പെട്ടെന്ന് തീർന്നും. നല്ല വർക്ക്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.